ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കാട്ടോ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പിനും കുറച്ച് താഴെയായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പിന് താഴെ പഞ്ചസാര എടുത്താൽ തന്നെ കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാനിത് ഗ്യാസിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ പഞ്ചസാരയും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഉരുക്കിയെടുക്കാനൊക്കെ ആയിട്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിന് താഴെയായിട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാല് ചൂടായിട്ട് അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കോഫി പൗഡർ ഇട്ട് കൊടുത്തതാണ്. ഈ കോഫി പൗഡർ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. അപ്പോൾ ചില പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ട് വരില്ല. അങ്ങനത്തെ പൗഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾ അല്പം പാലെടുത്തിട്ട് വേറെ തന്നെ മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ പല കോഫി പൗഡറിനും അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടാവും. ചിലത് നല്ല കട്ടിയായിട്ട് വരും കുറച്ചിട്ടാൽ തന്നെ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേ കോഫി പൗഡറാണ്. ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുറച്ച് താഴെ ഇട്ട് കൊടുത്താൽ തന്നെ കറക്റ്റ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡറിൻ്റെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കാരണം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് അടിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കോഫി പൗഡർ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണും കുറച്ച് താഴെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇവിടെ മിക്സ് ആയിട്ട് വരട്ടെ. ആ ടൈമിൽ നമുക്കിതിലോട്ട് വേണ്ട കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിതിലേക്ക് 2.25 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ ആണ്, അതിനേക്കാളും കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കോൺഫ്ലവർ എടുക്കാട്ടോ, എങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചോക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് കട്ടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പുഡിംഗ് മിക്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ട് പോവും. ഇനി നമ്മൾ ഇതിവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം. നമ്മൾ ഇത് കറക്റ്റ് പാകത്തിന് കുറുക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് സെറ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതേപോലെ നമ്മൾ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറുക്കിയെടുക്കുകയാണെങ്കിൽ ഇത് നല്ല തിക്കായിട്ടും പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിവിടെ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. കാരണം നമ്മൾ ചൂട് തണയുമ്പോൾ ഒത്തിരി കുറുകി പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ സ്പൂണിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തേക്കുന്നത്. ഞാനിത് ബൗളിന്ന് പുറത്തേക്ക് എടുത്തിട്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ സെറ്റ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇതേപോലത്തെ ഒരു കുഞ്ഞു ബൗൾ എടുത്തേക്കുന്നത്. കാരണം ഞാൻ ഇതിന് മുമ്പ് സേമിയ പുഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഫ്ലവർ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, കോൺഫ്ലവർ വെച്ചാൽ ഇത് സെറ്റായിട്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്നും കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് നമ്മുടെ ബൗളിൽ നിന്ന് തന്നെ പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലത്തെ കുഞ്ഞു ബൗൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടി നല്ല തണുപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 മണിക്കൂർ വെക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ 5 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് വൈകുന്നേരം വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുമ്പോഴേക്കും രാത്രിയായി. അപ്പോൾ അതാണ് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് കമത്തി മാറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഇത് കോൺഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവരൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിനി ഇത് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. കുറച്ച് നട്ട്സും ചോക്കോ പൗഡറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നട്ട്സ് എടുക്കാൻ പോയ ടൈമിൽ മോള് ചോക്കോ പൗഡർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് സെറ്റായത് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഇതാ ഒന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ചോക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്